അപ്പം നമ്മൾ നോമ്പിൻ്റെ രണ്ടാമത്തെ ദിവസം അല്ലേ ചായ? അതെ, 50-ാം നോമ്പിന്റെ രണ്ടാമത്തെ ദിവസം പതിവ് പോലെ നമ്മൾ വൈകുന്നേരം കുളിയൊക്കെ കഴിഞ്ഞ് വിളക്ക് കത്തിക്കുകയാണ്. ഗബ്രൂട്ടനുണ്ട് കേട്ടോ കയ്യിലിരിപ്പ്. ഗബ്രൂട്ടനിപ്പോ ഭയങ്കര അങ്ങ് കുറുമ്പെന്ന് വെച്ചാൽ വേറൊന്നുമല്ല കേട്ടോ. മോന് വയ്യ ഇപ്പം 2 ദിവസമായിട്ട് മോന്. ഇന്നലെ രാത്രി ഭയങ്കര പെട്ടെന്നൊരു പനിയല്ലേ ചാ? പനി ഈ അസുഖമുള്ള കുട്ടികൾക്ക് പെട്ടെന്നാണ് അസുഖം വരുന്നത്. അത് മറ്റുള്ളവർക്ക് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ അസുഖമുള്ള കുട്ടികൾക്ക് പെട്ടെന്ന് പനിയും കാര്യങ്ങളും, ജലദോഷം, കഫക്കെട്ട്, ന്യൂമോണിയ ഒക്കെ വരും. ഇന്നലെ രാത്രി ഞങ്ങൾ ഇത്തിരി പേടിച്ചു. കൂടുതലും പേടിച്ചു. ഞാൻ അത്രയും പേടിച്ചില്ല, കാരണം അവന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നത് കൊണ്ട് അത്രയും പേടിയില്ലായിരുന്നു. എന്നിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുക. പക്ഷെ എന്തോ സത്യം ഉള്ള കാര്യം പറയാം. സ്വർഗസ്ഥനായ പിതാവ് ചൊല്ലി ഇന്നലെ ഞാൻ ഇവന് ഇത്രയും കൂടിയ സമയത്ത് അടുത്തിരുന്നുണ്ട്. അത് ചൊല്ലി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മോനെ ഉറങ്ങി. ശരിക്കും ഞാൻ പേടിച്ചു. എനിക്ക് പേടിച്ച ഒരുമാതിരി ആയിപ്പോയി. ശ്വാസം എടുക്കുന്നതിന് ഭയങ്കരമായിട്ട് അവൻ കിടന്നങ്ങ് ഉരുണ്ട് മൂക്കടഞ്ഞിട്ട്. ഈ അസുഖമുള്ള കുട്ടികൾക്ക് ഇത് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് അറിയാവുന്നതുകൊണ്ട് എനിക്ക് അത്രയും ടെൻഷൻ തോന്നിയില്ല. പക്ഷെ ഡോറ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചില്ല രാത്രി. നമുക്കറിയാം ഈ ബുദ്ധിമുട്ടുള്ളപ്പോ എങ്ങനെയൊക്കെയാ വരുന്നത്. നമുക്കിപ്പോ കുറെ നാളുകൊണ്ട് നമ്മൾ കാണുന്നുണ്ട്, നമുക്ക് അറിയാവുന്നതുകൊണ്ട് നമ്മളിപ്പോ അതനുസരിച്ചാണ് മുന്നോട്ട് പൊക്കോണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. പിന്നെ നമുക്ക് സെയിം നമ്മുടെ മോശം പറയുന്ന ഒരു വ്യക്തിയുണ്ടല്ലോ, ആ വ്യക്തി ഇന്നും വന്ന് കമന്റ് ഇട്ടായിരുന്നു, ഞാൻ നല്ലോണം കരയുന്ന നമുക്ക് താമസിയാതെ കാണാന്ന്. ഞങ്ങള് ദിവസം കരയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിനായിട്ടൊരു ദിവസം ഒരു സംഭവം വേണമെന്നില്ല. നമ്മൾ ദിവസവും കരയുന്നുണ്ട്. ഇന്നലെ രാത്രി ഞങ്ങൾ ടെൻഷൻ അടിച്ച് കരഞ്ഞു. നമ്മൾ ദിവസവും കരയുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് നമുക്ക് കരയാൻ വേണ്ടിയിട്ട് പുതിയ ഒരു ദിവസമായിട്ട് നമുക്ക് ഇല്ല. അപ്പോ ചെറിയൊരു പ്രെയർ ഉണ്ട്. പ്രെയറും കൂടെ ചെയ്തിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം. അതാണ് നമുക്ക് പ്രെയറിലേക്ക് കിടക്കാം കേട്ടോ. അപ്പൊ കൂട്ടുകാരെ, ഇന്ന് ഞങ്ങള് നോമ്പ് മുറിക്കാൻ പോവാണ്. ഞങ്ങളുടെ ഇന്നത്തെ നോമ്പ് മുറി ഇത്തിരി വിഭവ സമൃദ്ധമായിട്ടാണ്. നമ്മുടെ തൈരാണ് ഇത്. തൈര് നമ്മൾ ലസ്സി അടിച്ചേ, കാരണം ഇത്രയും നേരം നമ്മളൊന്നും കുടിക്കാതിരിക്കില്ല. അപ്പൊ ഇത് കുടിച്ചിട്ട് നമ്മുടെ ഉപവാസം നമ്മൾ വിടാന്ന് വിചാരിച്ചു. ഇന്നത്തെ ഉപവാസം എന്താ പ്രത്യേകത ഇച്ചായ? ഇന്ന് നമ്മുടെ പ്രിൻസ് ഉപവാസം എടുത്തിട്ടുണ്ട്. ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ? അതെ, ഇന്ന് ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു നേരം പോലും ഭക്ഷണം കഴിക്കാതിരിക്കുന്നവനല്ല. അതെ, ഭക്ഷണം കഴിക്കാതെ ഇരിക്കാൻ പറ്റത്തില്ല, അങ്ങനത്തെ ഒരുത്തനായിരുന്നു. പക്ഷെ ഇന്ന് ഇത്രയും നേരമായിട്ടും ആള് വെള്ളം കുടിച്ച്, അവന് വയറ് നിറഞ്ഞു വെള്ളം കുടിച്ചില്ല. വെള്ളം കുടിക്കാൻ നമ്മൾ പറഞ്ഞു വിട്ടിട്ടാ കുടിച്ചത്, അതുപോലും കുടിക്കാതിരിക്കുവായിരുന്നു. എന്നിട്ട് ഫുഡൊന്നും കഴിക്കാതെ ഇത്ര നേരം ഇരുന്ന്. അപ്പൊ സത്യത്തിൽ എനിക്കത് ഭയങ്കര അത്ഭുതമായിരുന്നു കേട്ടോ. അവൻ ഇത്ര നേരം ഇരിക്കും. എന്നിട്ട് ഞാൻ ഇടയ്ക്ക് വെച്ച് ഇവന് വിശക്കെന്ന് പറഞ്ഞു എന്നോട്. അപ്പം ഞാൻ പറഞ്ഞു, എന്നാ നീ പോയി ഫുഡ് കഴിക്കാതിരിക്കേണ്ടെന്ന് പറഞ്ഞു. അപ്പോഴും ഇല്ല, ഞാൻ വൈകിട്ട് വല്യപ്പാട് ഇവിടെ മുറിക്കുന്നോളാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുവായിരുന്നു. അങ്ങനെ ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാല് ചോറും കറിയും ഉണ്ട്. അപ്പം പ്രിൻസും കൂടെ നോമ്പെടുത്തല്ലേ, പ്രിൻസിന്റെ ജീവിതത്തിൽ ആദ്യത്തെ നോമ്പാട്ടോ. അപ്പൊ ഞാൻ എന്ത് വിചാരിച്ചു, തണ്ണിമത്തനും മേടിച്ച്, പിന്നെ ഏത്തയ്ക്ക നമ്മളിവിടെ കുഞ്ഞിന് വാങ്ങിച്ചു വെച്ചേക്കുന്നതുണ്ട്. മുട്ട നമുക്കിവിടെ സ്വാഭാവികമായിട്ട് നമ്മുടെ കോഴിയുടെ മുട്ട നമുക്കിവിടെ ഉണ്ട്. അപ്പൊ അത് രണ്ടും നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടി വന്നില്ല. ഇത് പപ്പ എപ്പോഴും പഴവും ഏത്തയ്ക്കും പപ്പ മേടിച്ചുകൊണ്ട് വരും എപ്പോഴും ഇവിടെ. പിന്നെ തണ്ണിമത്തൻ മാത്രം ഇന്ന് മേടിച്ചു. പിന്നെ ഇത് സൂചിഗോതമ്പാണ്. ഇത് നമ്മുടെ കുഞ്ഞിന് കൊടുക്കുന്നതാണ്. സൂചിഗോതമ്പ് ഇവിടെ എപ്പോഴും നമ്മൾ സ്റ്റോക്ക് വെച്ചിട്ടുണ്ട്. സൂചിഗോതമ്പ് റാഗി നമ്മുടെ വീട്ടിൽ എപ്പോഴും സ്റ്റോക്കാണ് കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓട്സ് കഴിഞ്ഞു. അപ്പോൾ ഞങ്ങള് കറി ഇന്ന് ഡോറയുടെ ചക്കക്കുരു ചേമ്പോ. ഞാനിത് ചക്കക്കുരുന്ന് പറഞ്ഞോണ്ടിരിക്കുക. നമ്മുടെ അമ്മ ഇന്ന് ചായ ഇട്ടുകൊണ്ട് വന്നു കേട്ടോ. ഇവിടെ വന്നിട്ട് കുറെ നാളിന് ശേഷം അമ്മ അടുക്കള കയറി പാചകം ചെയ്യുന്നത്. കുട്ടി മിണ്ടുന്നില്ല. എനിക്ക് സൂപ്പർ താരം എന്റെ മരുമക്കളുള്ളപ്പോ ഞാൻ അടുക്കളയിൽ കയറുന്ന എന്തിനാണ്? അതിന്റെ ആവശ്യം എനിക്കെന്തുവാ? ഞാൻ കിഴക്കോശത്തിരിക്കും, വെച്ചോളമ്പോ ഇരിക്കുന്ന ഇരിപ്പടുത്തി കൊണ്ട് തരണം. എനിക്ക് മരുമോളാണെങ്കിൽ ഒരു ദിവസം 2 ദിവസം കൊണ്ട് പാചകം ചെയ്യുള്ളൂ. ബാക്കിയെല്ലാം പാചകം ചെയ്ത് തിളക്കി ഞാനാ കൊണ്ടു കൊടുക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മളിത് ലസ്സിയാണ്. അപ്പൊ ലസ്സി കുടിച്ച്, സോറി പ്രിൻസിന് ഏത് വേണം? ലസ്സി വേണോ ചായ വേണോ? എന്തെങ്കിലും തരാൻ പറയടാ. വിശപ്പ് ലസ്സി എന്നാ ലാസ്റ്റ് കുടിക്കാം. ചായ കുടിക്കാം. ചായ ചൂടാണ്ടായിരിക്കും. അത് ആദ്യം വെക്ക്. കുട്ടി ക്ലാസ് ഇരിക്കുന്നത് നിനക്ക്. കാരണം അവന് ചായ വേണം. രാവിലെ തൊട്ട് അവൻ ചായ. എന്നാ ചോറൊക്കെ കഴിച്ചിട്ട് മോൻ കുടിക്കുക. അപ്പോഴേ ചൂടാവില്ല. അങ്ങനെ പ്രിൻസ് ലസ്സി കുടിക്കുകയാണ്. നോയമ്പ് മുറിപ്പ് ആയി.
പ്രിൻസിന്റെ ആദ്യത്തെ നോമ്പ് കേട്ടോ. ഞാനും വിചാരിച്ചില്ല ഇവന് ഇത്ര നേരം പ്രതീക്ഷയിലായിരുന്നു ഇത്രയും നേരം അവൻ പിടിച്ചിരിക്കുമെന്ന്. കാരണം ഇന്നലെ രാത്രി ഫുഡ് കഴിച്ചതാ. ഇന്നലെ രാത്രി ഫുഡ് കഴിച്ചിട്ട് ഒരു വക കഴിച്ചിട്ടില്ല. പിന്നെ അതിനുശേഷം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്ര നേരം പിടിച്ചിരിക്കുമെന്ന്. എനിക്ക് ഒരു പ്രതീക്ഷയില്ലായിരുന്നു എന്തായാലും. ഏതൊക്കെ എടുത്തു കുടിച്ചോളൂ. കുടിക്കുക, അത് മൊത്തം കുടിക്കുന്ന. എന്നിട്ട് കഞ്ഞി തരാം ഗ്ലാസ്സിനകത്ത്. അങ്ങനെ പറ്റത്തില്ലായിരിക്കും, അവന്റെ രീതിക്ക് കഴിക്കട്ടെ. അല്ല, വെള്ളം കുടിക്കട്ടെ. ഇത്ര നേരം കഴിക്കാതിരുന്ന കുഴപ്പമുണ്ടോ കുടിച്ചിട്ട്? കൊള്ളാവോ? ലെസി എന്റെ പ്രിപ്പറേഷനാ. ഐഡിയ എന്റെ. എന്താന്ന് ഇതെന്താ വേറെ എന്തെല്ലാം ഉണ്ടാക്കാം. അപ്പൊ ഞാൻ മോരും വെള്ളം ഉണ്ടാക്കാൻ പോയത്. അപ്പൊ ഇവിടെ പറഞ്ഞു ലെസി എന്നാ ഉണ്ടാക്കുന്ന പറഞ്ഞു. ഐഡിയ മാത്രമേ ഉള്ളു, അതിനകത്ത് ഐഡിയ ഉണ്ടായിട്ട് കാര്യമില്ല, അത് പ്രാവർത്തിയമാക്കുന്നവരാണ്. വൈകിട്ടായപ്പോ എനിക്ക് വേദനയായിട്ടല്ല ഞാൻ ചെയ്യാൻ എന്തോന്ന് വേദന. ഈ ജ്യൂസ് എന്നെ കൊണ്ട് അടുപ്പിക്കായിരുന്നല്ലോ ഇല്ലേടി. അതുകൊണ്ടാ ഞാൻ പറഞ്ഞു ജ്യൂസ് അടിക്കാവോ ചോദിച്ചത്. ബാക്കി ഇതിനെല്ലാം ഞാൻ പുഴുങ്ങി. ഇനി നമുക്ക് സൂചിയോറും കൂടെ കുടിക്കാം. എപ്പോഴത്തെ സീനാണ് ഇപ്പൊ. എപ്പോഴും എന്താ പറയാ, ഈ താഴത്തോട്ട് ഇപ്പൊ ഇറക്കി വിടാവോ? ഇതെല്ലാം കൂടെ കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ ഗബ്രൂട്ടനാണെങ്കില് ആ പിന്നെ ഇവിടെ വേറൊരു സാധനം ഇരിപ്പുണ്ട് കേട്ടോ. നമ്മളിതിൽ പറയാത്തൊരു സാധനം ഇരിപ്പുണ്ട്. 10 രൂപ പാക്കറ്റിന്റെ പോപ്കോൺ. എന്റെ ഈശ്വര, ഇതിരിക്കാൻ തുടങ്ങിയിട്ട് 2 ദിവസമായി. ഞാൻ അതിലും കൂടുതലായി തോന്നുന്നു. 2-3 ആഴ്ചക്ക് മേളിലായി. ഇത് ഞാൻ എപ്പോ അടുക്കള കയറിയാലും രണ്ടുപേരും പറഞ്ഞു ഉണ്ടാക്കുന്നു. 2-3 ആഴ്ചക്ക് മേളിലായി പോപ്കോൺ വാങ്ങിച്ചു വെച്ചിട്ട്. അപ്പൊ പ്രിൻസിക്ക് ഇന്നത് വേണമെന്ന് പറഞ്ഞിട്ട് പ്രിൻസി ഭയങ്കര ആഗ്രഹം. അപ്പൊ പിന്നെ ഉച്ചക്ക് തൊട്ട് എന്നോട് പറയുന്ന ഉണ്ടാക്കണ്ട, അടുക്കള കയറുന്നില്ലേ വല്യമ്മ, അടുക്കള കയറുന്നില്ലേ എന്ന്. എന്തിനാ ജോലി ചെയ്യാൻ? ഇനി ജോലിയൊന്നും ഇല്ല, എന്നാ പോപ്കോൺ ഉണ്ടാക്കാന്ന. അപ്പോ ഇനി കഞ്ഞി ചൂടാറിയില്ല കേട്ടോ. ഞാൻ ചൂടാറി മോനേത്തൊക്കെ എടുത്ത് കഴിക്കും. കഞ്ഞി ചൂടാറിയെന്നാ വിചാരിച്ചത്, ചൂടാറിയിട്ടില്ല. ഇതെല്ലാം ഞങ്ങൾക്കുള്ളതല്ല കേട്ടോ, ഇതെല്ലാവർക്കും കൂടെ ഉള്ളതാണേ. ഞങ്ങൾക്ക് ഇതെല്ലാം കൂടെ കഴിക്കാൻ പറ്റത്തില്ല, എനിക്കൊട്ടും പറ്റില്ല. ഞാനേരം ഫുഡ് കഴിച്ചിട്ട് ഫുഡ് കഴിക്കുന്നവരെ എനിക്കൊരു കുഴപ്പമില്ല, ആക്റ്റീവായിട്ട് ഓടി കിടന്നവനെ ഞാൻ. ഫുഡ് കഴിച്ചു 2 മണിക്കൂർ 1 മണിക്കൂർ കഴിഞ്ഞപ്പോ ഭയങ്കര തലവേദന വെച്ചാൽ ഭയങ്കര തലവേദന. അങ്ങനെ ഇട്ടാക്കാതെ ഭയങ്കര തലവേദന. പിന്നെ കഴിച്ചോ എപ്പോഴാ എഴുന്നേറ്റെന്ന് എനിക്ക് അറിയത്തില്ല. ഇന്നലെ പട്ടിക്കൊക്കെ ചോറ് കൊടുത്തപ്പോ എത്ര മണിയായി? ലേറ്റ് ആയിരുന്നോ അതോ നേരത്തെ കൊടുത്തോ? ലേറ്റ് ആയി കുറച്ച്. എങ്ങനെയുണ്ട് പഴം പുഴുങ്ങിയത്? എങ്ങനെയുണ്ടെന്ന്? പഴം പുഴുങ്ങിയതിന്റെ പുറത്ത് മാത്രമേ പുഴുങ്ങിയുള്ളൂ, അകത്തൊന്നും പുഴുങ്ങിയത്. വേവാനുണ്ടോ? കുക്ക് മോശമാ. വേവാനുണ്ടോ? ആ, ഇന്നലെ പുഴുങ്ങിയതും അതായിരുന്നു. ഇന്നലെ രാവിലെ അമ്മയായിരുന്നു പുഴുങ്ങിയത്. കുക്ക് മോശമാ. നെക്സ്റ്റ് ഡ്രൈ ചെയ്യാന്ന് ഞാൻ പറഞ്ഞു. അത് എന്റെ പറമ്പിൽ ഉണ്ടായ തണ്ണിമത്തൻ വിളഞ്ഞത്. ഇതോ? ഇതേതോ നല്ല കർഷകന്റെ വീട്ടിലുണ്ടായ തണ്ണിമത്തൻ എന്തായാലും. പാപ്പ വന്ന് വിളിക്കുന്നില്ല. ഇനി എന്തായാലും ഞാൻ ചോറ് കഴിച്ചു തുടങ്ങട്ടെ. എനിക്ക് വിശപ്പുണ്ടില്ല, ഇല്ലെന്നല്ല കേട്ടോ, കാരണം ഇത്ര നേരം നമ്മൾ ഇരിക്കുന്നില്ലേ, അതുകൊണ്ട്. അപ്പോൾ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് കാണാം കേട്ടോ. നമ്മൾ അങ്ങനെയാണെങ്കിൽ നോമ്പ് കുറിച്ചതിൻ്റെയൊക്കെ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിരുന്നു കേട്ടോ. പക്ഷേ സംഗതി എന്താ പറ്റിയെന്ന് വെച്ചാൽ ഇന്നലെ പെട്ടെന്ന് ഡോറയ്ക്ക് വയ്യായിക വന്നു. ഡോറയ്ക്ക് ഇച്ചിരി പെട്ടെന്ന് ഒരു തലകറക്കവും ഛർദിലും പെട്ടെന്ന് ശരീരം വേദനയൊക്കെ വന്നു. കൈവിരലൊക്കെ ഇങ്ങനെ താന്നു പോയതുപോലെ. അത് ഡോറയ്ക്ക് സ്വാഭാവികമായിട്ട് അസുഖം കൂടുന്ന സമയത്ത് ഉണ്ടാകുന്ന രീതിയിലൊക്കെ പെട്ടെന്ന് വന്നു. എന്താ സംഭവം എന്നറിയില്ല. അത്രയും നേരം ഒന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. പെട്ടെന്ന് അങ്ങനെ വന്നതിന് ശേഷം നമുക്ക് പിന്നെ വീഡിയോ എടുക്കാനുള്ളൊരു മനസ്സൊന്നും വന്നില്ല. പിന്നെ അതുപോലെ തന്നെ രാത്രിയാകുമ്പോൾ ഇപ്പോൾ 2 ദിവസം കൊണ്ട് ഗബ്രൂട്ടനും ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. തണുപ്പാണ്, എന്നാൽ അങ്ങനെ വലിയ തണുപ്പൊന്നും ഇല്ല ഇവിടെ. എന്നിട്ടും ഗബ്രൂട്ടനും 2 ദിവസം കൊണ്ട് വൈകിട്ടാകുമ്പം പ്രശ്നമൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇന്നലെ വീഡിയോ ഒന്നും എടുക്കാൻ നമുക്ക് മനസ്സ് വന്നില്ല. അപ്പം കൺക്ലൂഷൻ നമ്മൾ കൊടുത്തില്ലല്ലോ. അപ്പോൾ ഇന്നലെ ഞാനും ഫ്രണ്ട്സും നോമ്പ് മുറിച്ചു. ഇന്നും എനിക്കും ഫ്രണ്ട്സിനും നോമ്പുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കൂട്ടുകാരെ എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.